Hi friends, welcome back to CSEB and PSC Maths YouTube channel. അപ്പോൾ നമ്മൾ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി തുടങ്ങിയ എക്സാംസിന് വേണ്ടിയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലെ അടുത്ത പാർട്ടാണിത്. സെക്ഷൻ 2 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 2 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഡെഫിനിഷൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേസസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 3 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത്. കേസസ് ആക്ടിൻ്റെ റൂൾ 3 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുക? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. റൂൾ 3 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ രജിസ്ട്രാർ റിഫ്യൂസസ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഡാഷ് ഡേയ്സ് കം സച്ച് റിഫ്യൂസൽ ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ റീസൺസ്. അത് എത്ര ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ആ റീസൺ സഹിതം അറിയിച്ചിരിക്കണമെന്നാണ് ആക്ടിൽ പറഞ്ഞിരിക്കുക. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 7 days. ഇഫ് ദ രജിസ്ട്രാർ റിഫ്യൂസസ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ 7 days കം സച്ച് റിഫ്യൂസൽ ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ റീസൺസ്. 7 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ആ റീസൺ സഹിതം അറിയിച്ചിരിക്കണമെന്നുള്ളതാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഡീൽസ് വിത്ത് ഡാഷ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനും റൂളും ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 27 ആൻഡ് റൂൾ 34 ഡീൽസ് വിത്ത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വോറം ഫോർ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ക്വോറം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 8 മെമ്പേഴ്സാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ക്വോറത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണം, 8 മെമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം 2 ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിലെ പറഞ്ഞിരിക്കുന്ന ഫോം 2 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റിസീവ്ഡ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റിസീവ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫോം 2 പ്രതിപാദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ അതോറിറ്റി ടു എക്സിക്യൂട്ട് അവാർഡ് ഓർ ഡിഗ്രി. അവാർഡ് അല്ലെങ്കിൽ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സെയിൽ ഓഫീസർ. ഈ അവാർഡ് അല്ലെങ്കിൽ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് അതോറിറ്റി നൽകി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഓഫീസറിന് പറയുന്ന പേരാണ് സെയിൽ ഓഫീസർ. അദ്ദേഹത്തിനാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിട്ടി ലെഡ്ജർ കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ചിട്ടി ലെഡ്ജർ എത്ര നാളുകൾക്ക് വേണ്ടിയാണ് അത് സൂക്ഷിച്ചു വയ്ക്കുക? ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 12 years. 12 വർഷത്തേക്കാണ് ചിട്ടി ലെഡ്ജർ കീപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഓഡിറ്റ് ഫീസ് ഈസ് റുപ്പീസ് ഡാഷ്. മാക്സിമം ഓഡിറ്റ് ഫീസ് എത്ര രൂപയാണ്? മാക്സിമം ഓഡിറ്റ് ഫീസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ₹1 lakh. ₹1 lakh ആണ് മാക്സിമം ഓഡിറ്റ് ഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സാംസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് എക്സാംസിൻ്റെ ചെയർമാൻ ആരായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തന്നെയായിരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിൻ്റെ ചെയർമാൻ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പുസ്തകത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മളിതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ പുറത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ഡെയിലിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.